എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ഒന്നാമത്തെ സർഗത്തിലെ 25 മുതൽ 28 വരെയുള്ള 4 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 4 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ശ്രീരാമൻ കാട്ടിലേക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോയതല്ല. അച്ഛൻ്റെ പ്രതിജ്ഞാപരിപാലനത്തിന്, അതുപോലെ തന്നെ അമ്മയായിട്ടുള്ള കൈകേയിക്ക് സന്തോഷമാവാൻ, താൻ പ്രതിജ്ഞകൾ പരിപാലിക്കുന്ന പുത്രനാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോയതെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകം നിർത്തിയത്. ഇനി അതിനെ തുടർന്ന് എന്താണ്ടായത് എന്നാണ് പറയണത്. നമുക്ക് ആദ്യം 25-ാമത്തെ ശ്ലോകം നോക്കാം. തം വ്രജന്തം പ്രിയോ ഭ്രാത ലക്ഷ്മണോനുജഗാമഃ സ്നേഹാദ് വിനയസമ്പന്ന സുമിത്രാനന്ദവർദ്ധന. നമുക്ക് പദങ്ങൾ ആദ്യം പറയാം. തം വ്രജന്തം പ്രിയ ഭ്രാത ലക്ഷ്മണ അനുജഗാമ ഹ സ്നേഹാദ് വിനയസമ്പന്ന സുമിത്രാനന്ദവർദ്ധന. ശ്രീരാമൻ പോയപ്പോൾ ലക്ഷ്മണനും പിന്നാലെ പോയി എന്നാണ് ഇവിടെ പറയണത്. അതിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കുറേ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ ആ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത്. അതാണ് തം വ്രജന്തം. അങ്ങനെ കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട ആ സഹോദരനെ, തൻ്റെ ജ്യേഷ്ഠനെ, ലക്ഷ്മണന് ഏറ്റവും പ്രിയപ്പെട്ടവനായ ജ്യേഷ്ഠനാണ് രാമൻ. അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലക്ഷ്മണൻ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല എന്നാണ് ലക്ഷ്മണൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതാണ് തം വ്രജന്തം. അങ്ങനെ ശ്രീരാമൻ പോകാൻ പുറപ്പെട്ടപ്പോൾ സ്നേഹാത്, ശ്രീരാമനോടുള്ള സ്നേഹാധിക്യം കാരണം ആ ശ്രീരാമൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ എന്നുള്ളതിന് കുറേ വാക്കുകൾ പറയുന്നുണ്ട്. പ്രിയ ഭ്രാത, ആ ശ്രീരാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും, അതുപോലെ തന്നെ വിനയസമ്പന്ന, മറ്റൊരു വിശേഷണമാണ് വിനയസമ്പന്നനാണ്. ഒരിക്കലും ഒരു ധിക്കരിച്ചൊരു പ്രവൃത്തിയും ശ്രീരാമനോട് ചെയ്തിട്ടില്ലാത്ത സഹോദരനാണ് ലക്ഷ്മണൻ. ഇനി എന്തൊക്കെ ശ്രീരാമൻ അങ്ങോട്ട് കാട്ടിയാലും, നമുക്കറിയാം, കഥകളൊക്കെ വായിച്ചു നോക്കിയാൽ ശ്രീരാമൻ പല ദിക്കിലും ലക്ഷ്മണനോട് കുറച്ച് ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് പോലും ലക്ഷ്മണൻ തിരിച്ചതൊന്നും കാണിക്കാതെ എപ്പോഴും വിനയത്തോടു കൂടി മാത്രം പെരുമാറിയിട്ടുള്ള ആളാണ്. കനകമൃഗത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ പോയപ്പോൾ ആ ശ്രീരാമൻ്റെ കരച്ചിലാണ് എന്ന് വിചാരിച്ചിട്ട് ആ മാൻ കപട ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ, ശ്രീരാമൻ മരിച്ചു പോയാൽ നിനക്ക് എന്നെ സ്വന്തമാക്കാനല്ലേ ഈ രക്ഷിക്കാൻ പോവാതിരിക്കണത് എന്ന് സീത കുത്തുവാക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് കാട്ടിലെ വാസമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ ലക്ഷ്മണനോട് സീതയെ കൊണ്ട് ഉപേക്ഷിക്കാൻ ശ്രീരാമൻ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഒരു രാജാവിൻ്റെ അധികാരമൊക്കെ എടുത്ത സന്ദർഭങ്ങളാണ്. എന്നിട്ടും ഇതിനൊന്നും തിരിച്ചു പറയാതെ അതിനോട്, അല്ലെങ്കിൽ ശ്രീരാമൻ രാജാവായിട്ട് രാജാവായി തീരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സഹോദരനാണ് ലക്ഷ്മണൻ. അതുകൊണ്ടാണ് ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അത്രയ്ക്കധികം ദേഷ്യം വന്നത്. അങ്ങനെ ഓരോ സന്ദർഭങ്ങൾ എടുത്തു നോക്കിയാലും ശ്രീരാമന് വേണ്ടി തൻ്റെ ജീവൻ പോലും ത്യജിച്ച് നിലകൊണ്ട ഒരു സഹോദരനാണ് ലക്ഷ്മണൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനിയും ധാരാളം സന്ദർഭങ്ങളുണ്ട്, ഞാൻ ചുരുക്കി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിനയസമ്പന്നനാണ് എന്ന് പറഞ്ഞത്. മാത്രമല്ല, മറ്റൊരു വിശേഷണമാണ് സുമിത്ര ആനന്ദവർദ്ധന. ലക്ഷ്മണൻ എപ്പോഴും അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ദാശരഥി എന്നുള്ള പേരിൽ രാമനാണ് അറിയപ്പെടുന്നത്. എന്നാൽ ലക്ഷ്മണനെ പറ്റി പറയുമ്പോൾ എപ്പോഴും സൗമിത്രി എന്നാ പറയുക. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളായിരിക്കണം ലക്ഷ്മണൻ എന്നുള്ളത് കൊണ്ടാണ് ഈ വാക്ക് തന്നെ വാൽമീകി പറഞ്ഞത് സുമിത്ര ആനന്ദവർദ്ധന. സുമിത്രയ്ക്ക് ആനന്ദമുണ്ടാക്കി കൊടുക്കുന്നവനാണ് ലക്ഷ്മണൻ. അങ്ങനെയുള്ള ലക്ഷ്മണനുണ്ടല്ലോ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും, രാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും, അതുപോലെ തന്നെ വിനയസമ്പന്നനും, സുമിത്രയ്ക്ക് എപ്പോഴും ആനന്ദത്തെ ഉണ്ടാക്കി കൊടുക്കുന്നവനുമായ ആ ലക്ഷ്മണൻ തം വ്രജന്തം അനുജഗാമ ഹ. അത് പ്രസിദ്ധമായിട്ടുള്ള അർത്ഥത്തിൽ പറയാണ്. അങ്ങനെ കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട രാമനെ അനുഗമിച്ചു എന്നുള്ളതാണ് 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം.
ഭ്രാതരം ദയിതോ ഭ്രാതുഃ സൗഭ്രാത്രമനുദർശയൻ രാമസ്യ ദയിതാ ഭാര്യ നിത്യം പ്രാണസമാഹിത ജനകസ്യ കുലേ ജാതാ ദേവമായേവ നിർമ്മിത സർവലക്ഷണസമ്പന്നാ നാരീണാമുത്തമാ വധൂഃ സീതാപ്യനുഗതാ രാമം ശശിനം രോഹിണീ യഥാ പൗരൈരനുഗതോ ദൂരം പിത്രാ ദശരഥേന ച. ഈ ശ്ലോകങ്ങൾ 26 മുതലുള്ള 28 വരെയുള്ള ശ്ലോകങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് ചൊല്ലിയാൽ നമുക്കൊരു അർത്ഥബോധം കിട്ടുന്നുള്ളത് കൊണ്ടാണ് അത് തുടർച്ചയായിട്ട് ചൊല്ലിയത്. നമുക്ക് 26ാമത്തെ ശ്ലോകത്തിലെ പദങ്ങളൊന്ന് പരിചയപ്പെടാം. ഭ്രാതരം ദയിത ഭ്രാതു സൗഭ്രാത്രം അനുദർശയൻ രാമസ്യ ദയിത ഭാര്യ നിത്യം പ്രാണസമാഹിത. അപ്പോൾ എന്തിനാണ് ഈ ലക്ഷ്മണൻ പോയത് എന്നാണെങ്കിൽ, ഭ്രാതരം എന്നുള്ള വാക്ക് തം വ്രജന്തം ഭ്രാതരം എന്ന തൊട്ടു മുമ്പിലത്തെ ശ്ലോകത്തിലേക്ക് അന്വയിക്കാൻ തക്കവണ്ണാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തം വ്രജന്തം ഭ്രാതരം ലക്ഷ്മണ അനുജഗാമ എന്ന് പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ മാത്രമൊന്നുമല്ല, പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കാറുണ്ട്. ചിലപ്പോൾ 2 വരികളുള്ള ഒരു ശ്ലോകത്തിന് ആയിരിക്കില്ല അന്വയം, അടുത്തൊരു വരി കൂടി അതിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഭ്രാതരം എന്നുള്ള വാക്ക് തം വ്രജന്തം ഭ്രാതരം എന്നുള്ള ദിക്കിലേക്ക് കൂട്ടിച്ചേർക്കണം. എന്നിട്ട് അങ്ങനെ ശ്രീരാമൻ പോയപ്പോൾ ഭ്രാതു ദയിത, ഭ്രാതാവിൻ്റെ ദയിതൻ, അതായത് ഭ്രാതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ട അനുജനായിരുന്ന, കഴിഞ്ഞ വരിയിലൊക്കെ പറഞ്ഞു നിർത്തിയതായ സുമിത്രയ്ക്ക് ആനന്ദമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ലക്ഷ്മണൻ സൗഭ്രാത്രം അനുദർശയൻ, തൻ്റെ സൗഭ്രാത്രം എന്ന് വെച്ചാൽ നല്ല സഹോദരനാണ് എന്നുള്ള അവസ്ഥ. സുഭ്രാത എന്നുള്ള വാക്കിൽ നിന്നാണ് സൗഭ്രാത്രം എന്നുള്ള വാക്ക് ഉണ്ടാവുന്നത്. ഞാൻ ശ്രീരാമന് ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരനാണ്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരൻ എന്ന ആ ഒരു ഭാവം, ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അനുദർശയൻ, ജ്യേഷ്ഠനത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോൾ ഒപ്പം ലക്ഷ്മണനും പുറപ്പെട്ടു. എന്നിട്ട് അതോടൊപ്പം തന്നെ ആരും പോയി? രാമസ്യ ദയിതാ ഭാര്യ നിത്യം പ്രാണസമാഹിത ജനകസ്യ കുലേ ജാത ദേവമായേവ നിർമ്മിത. രാമസ്യ ദയിത, രാമൻ്റെ ഭാര്യയായിട്ടുള്ള ഭാര്യ, അതാണ് രാമന് ദയിത എന്നുള്ളതിന് ഏറ്റവും പ്രിയപ്പെട്ട എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ദയിത എന്നുള്ളത് ദയിതൻ എന്നൊക്കെ ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമെങ്കിലും രാമന് ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭാര്യയായ സീത, അതാണ് നിത്യം പ്രാണസമാഹിത. ശ്രീരാമന് തൻ്റെ പ്രാണനെ പോലെ ഉണ്ടായിരുന്നവളും ഏറ്റവും പ്രിയങ്കരിയുമായിരുന്ന ആ സീത ജനിച്ചത് എവിടെയാണ്? ജനകസ്യ കുലേ ജാത. അത് 27ാമത്തെ ശ്ലോകത്തിലാണ് പറയണത്. ജനകന്റെ കുലത്തിൽ ജനിച്ചവൾ, ജനകസ്യ കുലേ ജാത ദേവമായ ഇവ നിർമ്മിത. പക്ഷെ ജനിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ്. ജനകന്റെ പുത്രിയായിട്ടല്ല ജനിച്ചത്. ജനകനെ യാഗം ചെയ്തതിന് ശേഷം നിലമുഴുതപ്പോൾ കിട്ടിയ പുത്രിയാണ്. അതുകൊണ്ടാണ് ദേവമായ ഇവ നിർമ്മിത. ദേവന്മാരുടെ മായ കൊണ്ട് ഉണ്ടാക്കിയെടുക്കപ്പെട്ടവളാണോ? ദേവമായയാൽ എന്ന പോലെ, ദേവമായ അതായത് സ്വർഗലോകത്ത് നിന്ന് മായ ഇറങ്ങി വന്ന്, ഭഗവതി നേരിട്ട് ഇറങ്ങി വന്ന് സൃഷ്ടിച്ചു കൊടുത്തവളാണോ എന്ന് തോന്നും പോലെ. അതായത് ജനകന്റെ പത്നി പ്രസവിച്ചുണ്ടായ മകളല്ലല്ലോ സീത. അതുകൊണ്ടാണ് ദേവമായേവ നിർമ്മിത എന്ന് പറയുന്നത്. മനുഷ്യ സ്ത്രീ പ്രസവിക്കാതെ ദേവിയുടെ കടാക്ഷം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവളാണോ എന്ന് തോന്നും വണ്ണമുള്ളതായ ആ സീത. മാത്രമല്ല സർവലക്ഷണ സമ്പന്ന, എല്ലാ സ്ത്രീ ലക്ഷണങ്ങളും ഒത്തുചേർന്നിട്ടുള്ളവളും അതിസുന്ദരിയും കഴിവുകളും വിനയവും സ്നേഹവും കരുതലും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ളവളും നാരീണാം ഉത്തമ വധൂഹു സീത, നാരികളിൽ വെച്ച് ഏറ്റവും ഉത്തമയായിട്ടുള്ള വധു. അതായത് ഒരു വധു ആയാൽ ഇങ്ങനെ വേണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റത്തോടു കൂടി ഭർതൃഗൃഹത്തിൽ വന്നതിന് ശേഷം അവരെ എല്ലാവരെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും സഹോദരങ്ങളെ എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്ത സീത ഉണ്ടല്ലോ,
ആ സീതയാണ് ഉത്തമയായിട്ടുള്ള വധു. അതാണ് ഉത്തമ വധൂഹു സീത. അങ്ങനെയുള്ള ഉത്തമയായിട്ടുള്ള വധുവായിട്ടുള്ള സീതയും എന്തു ചെയ്തു? രാമം അനുഗത. രാമനെ എങ്ങനെയാണ് അനുഗമിച്ചത്? ശശിനം രോഹിണി യഥ തഥാ രാമം സീത അഭി അനുഗത. ശശിയെ രോഹിണി എങ്ങനെയാണോ, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, ചന്ദ്രനെ രോഹിണി നക്ഷത്രം അനുഗമിക്കുന്നത് പോലെ. അതായത് ചന്ദ്രൻ എപ്പോൾ ഉദിക്കുമ്പോഴും അതിൻ്റെ തൊട്ടടുത്ത് രോഹിണി നക്ഷത്രം ഉണ്ടാവും. അത് അർദ്ധചന്ദ്രനായിക്കോട്ടെ, പൂർണ്ണചന്ദ്രനായിക്കോട്ടെ, ചന്ദ്രക്കല ആയിക്കോട്ടെ, രോഹിണി നക്ഷത്രത്തിന് സ്ഥാനം മാറലില്ല. ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനോടൊക്കെ ഒപ്പം തന്നെ രോഹിണി നക്ഷത്രവും പോകും. അതുകൊണ്ട് ചന്ദ്രൻ്റെ പത്നിയായിട്ടാണ് രോഹിണിയെ കണക്കാക്കുന്നത്. അതുപോലെ യാതൊരു തരത്തിലും മാറ്റമില്ലാതെ ചന്ദ്രൻ ഏത് വഴിക്കാണോ പോണത് അതേ വഴിക്ക് തന്നെ രോഹിണിയും പോകും എന്നുള്ളത് ലോകത്തിൽ കാണുന്നതായിട്ടുള്ളൊരു വസ്തുതയാണ്. അതുപോലെയാണ് സീത രാമനെ പിന്തുടർന്നു പോയത്. രാമൻ പോയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ സീത പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല അങ്ങനെ രാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ടാണ് കാട്ടിലേക്ക് പോയതെങ്കിലും അവരെ അനുഗമിച്ചുകൊണ്ട് അവരോടൊപ്പം പോയില്ല എങ്കിലും കുറച്ച് ദൂരമൊക്കെ ആ രാജ്യത്തെ ജനങ്ങളും മറ്റ് മന്ത്രിമാരുമൊക്കെ പോയി എന്നുള്ളതും കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പൗരൈരനുഗതോ ദൂരം പിത്ര ദശരഥേനച. പൗരൈഹി അനുഗത, പൗരന്മാരാൽ, ആ അയോധ്യാനിവാസികൾ കുറേ പേര് എല്ലാവരും രാമൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പോന്നു. രാമൻ രാജ്യം പരിത്യജിച്ചു, രാമന് അഭിഷേകം നടന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ രാമൻ എവിടേക്കാണോ പോണത് അവിടേക്കാണ് തങ്ങളെല്ലാവരും പോണത് എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പുരവാസികൾ മുഴുവനും തന്നെ ശ്രീരാമൻ്റെ ഒപ്പം പോന്നു. അതാണ് പൗരൈഹി അനുഗത, പൗരന്മാരാൽ അനുഗമിക്കപ്പെടുന്നവനായിട്ട്. മാത്രമല്ല പിത്ര ദശരഥേനച അനുഗത, ദൂരമനുഗത, പിതാവായ ദശരഥനാലും കുറേ ദൂരം അനുഗമിക്കപ്പെട്ട് അങ്ങനെ രാമൻ കാട്ടിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും കാട്ടിലേക്ക് ആ 14 വർഷത്തെ വനവാസത്തിന് കൂടെ പോന്നവരായിരുന്നു സുമിത്രയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനായ ലക്ഷ്മണനും അതുപോലെ പ്രാണപ്രിയയായ സീതയും. സീത ജനകകുലത്തിലാണ് ജനിച്ചതെങ്കിലും രാമൻ്റെ അടുത്തെത്തി. ലക്ഷ്മണൻ സ്വന്തം അനുജനാണ്, അതായത് സുമിത്രയുടെ പുത്രനായിട്ടാണ് ജനിച്ചതെങ്കിലും രാമൻ്റെ ഏറ്റവും അടുത്ത സഹോദരനായിരുന്നു. അങ്ങനെ അവരോടൊരുമിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് പോയി. ആ കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം പൗരന്മാരും അച്ഛനായിട്ടുള്ള ദശരഥനും കുറച്ചു ദൂരം രാമൻ്റെ പിന്നാലെ പോയി നോക്കി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. നമുക്ക് ഈ 4 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തം വ്രജന്തം പ്രിയോ ഭ്രാത ലക്ഷ്മണോനുജഗാമഃ സ്നേഹാദ് വിനയസമ്പന്ന സുമിത്രാനന്ദവർദ്ധന ഭ്രാതരം ദയിതോ ഭ്രാതു സൗഭ്രാത്രമനുദർശയൻ രാമസ്യ ദയിതാ ഭാര്യ നിത്യം പ്രാണസമാഹിത ജനകസ്യ കുലേ ജാതാ ദേവമായേവ നിർമ്മിത സർവലക്ഷണസമ്പന്ന നാരീണാമുത്തമാവധൂഃ സീതാപ്യനുഗതാ രാമം ശശിനം രോഹിണീ യഥാ പൗരൈരനുഗതോ ദൂരം പിത്രാ ദശരഥേന ച. അങ്ങനെ ജനങ്ങളാലൊക്കെ അനുഗമിക്കപ്പെട്ടുകൊണ്ട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 28ാമത്തെ ശ്ലോകം നിർത്തുന്നത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ 4 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.